ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം അറിയാമല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നാണ് ഇലക്ഷൻ തുടങ്ങുന്നത്. അപ്പൊ ചേട്ടന് ഇവിടെയാണ് കേട്ടോ വോട്ട്. അപ്പൊ ചേട്ടന് വോട്ടിടാൻ വേണ്ടി ഞങ്ങൾ പോവേണേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ, ഇലക്ഷന്റെ അന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇന്ന് വൈകിയാണ് വീഡിയോ ഇടുന്നത്. ഇന്നിപ്പോ ഞായറാഴ്ചയായി, വെള്ളിയാഴ്ച ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഞാനും ചേട്ടനൊക്കെ വോട്ടിട്ട്. അപ്പൊ ചേട്ടന് വോട്ട് ഇവിടെ വോട്ട് ഗവൺമെന്റ് HSS കൊടുവഴന്നൂരാണ്. നമ്മുടെ കാര്യേറ്റ് പുളുമാത്ത പഞ്ചായത്തില് കൊടുവഴന്നൂര്. നമ്മള് ഇതിപ്പോ പുല്ലിയിലാണ് കേട്ടോ. അല്ല, ഇത് പേടിയുള്ള സ്കൂൾ കഴിഞ്ഞ് നമ്മൾ ഇതിനെ പോയിക്കൊണ്ടേ. അപ്പൊ എനിക്ക് സ്ലിപ്പ് ഞാൻ എടുക്കാത്തതുകൊണ്ട് നമ്മള് വഴിക്ക് ഇറങ്ങി സ്ലിപ്പൊക്കെ വാങ്ങിയാണ് എടുത്തോണ്ട് പോകുന്നത്. എന്നിട്ട് നമ്മൾ ബൈക്കിങ് ഒരുപാട് മാറ്റി വെച്ചേട്ടോ. അപ്പൊ ചേട്ടന് വോട്ടിടുന്നതിന്റെ അവിടെ നമ്മൾ അങ്ങോട്ട് നടന്നാണ് കേട്ടോ പോകുന്നത്. അപ്പൊ നമ്മള് പിന്നെ ഇതുവരെ മീൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ പോയതാണ് കേട്ടോ. അപ്പൊ ഇതാണ് കൊടുവഴന്നൂർ സ്കൂൾ കേട്ടോ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പൊ വോട്ടിടുന്ന ആൾക്ക് മാത്രമേ അതിനകത്തോട്ട് കയറി പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ വേറെ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഞാനും മീനുകുട്ടിയും പുറത്തിരിക്കായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണ്. ചേട്ടൻ പഠിച്ച സ്കൂളും കൂടിയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ചേട്ടാ. 8 മണിക്ക് എത്തി. 8:58 നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ 1 മണിക്കൂറോളം അവിടെ ഇരുന്നു. നല്ല വെയിലൊക്കെ ആയി. പിന്നെ ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ച് ഞാനും മീനൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ അടുത്ത് പിന്നെ ഇനി എന്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് വോട്ട് അവിടെയാണ്. അതെ, നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ നമ്മളെ പോസ്റ്ററുകളും നമ്മുടെ അടൂർ പ്രകാശ്, വി ജോയി, പിന്നെ മുരളീധരൻ, ഇവരെയൊക്കെ പോസ്റ്റർ മാത്രമാണ് നമ്മൾ വഴിയിൽ കണ്ടിരിക്കുന്നത് അല്ലേ. കണ്ടത് ഏറ്റവും കൂടുതൽ അതായിരുന്നു. അപ്പൊ ഇടയ്ക്ക് കുറെ അങ്ങനെ കണ്ട പോസ്റ്ററൊക്കെ എടുത്തേട്ടോ. ഇലക്ഷൻ വരുമ്പോ പിന്നെ എല്ലാവർക്കും അതൊരു ഇതാണല്ലോ. പക്ഷെ ഇതല്ലാതെ വേറെ ആൾക്കാരുണ്ട്. വേറെ ഒരു 2 പ്രകാശുണ്ട്, പിന്നെ സുരഭി, പിന്നെ വേറെ ഏതോ ഒരു പേരുള്ള ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 7 സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇതിപ്പം പൊതുവിൽ നോക്കുമ്പോ 3 സ്ഥാനാർത്ഥികളെ ഉള്ളൂ. എല്ലായിടത്തും തകൃതിയായിട്ട് അങ്ങനെ ഇലക്ഷനൊക്കെ ഇനി നമ്മൾ ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണല്ലേ കേട്ടാ. നമ്മള് പറഞ്ഞല്ലോ വൈകി പോയി. എന്റെ വീട്ടില് ഫോണ് റേഞ്ച് ഒന്നും ഇത്തിരി വൈകി പോയത്. ഇതുവരെയും കൂട്ടുകാരുടെ വീഡിയോസ് ഒന്നും ആരും കണ്ട. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ വഞ്ചൂത്ത് വീട്ടിലെത്തി. വഞ്ചൂത്ത് വീട്ടില് കാപ്പി കുടിക്കാന്ന് വിചാരിച്ചു. നമ്മള് വീട്ടിൽ ഇവിടുന്ന് കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല, കാപ്പി കുടിച്ചില്ലായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ചായ ആദ്യമായിട്ട് കുടിച്ച ശേഷം കാപ്പി കുടിക്കാതിരിക്കാൻ തന്നെ ചായ ഇട്ട് എന്നിട്ട് പോവേണ്ട. അപ്പൊ വന്നപ്പോ പാല് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ചായയൊക്കെ ഇട്ടു. ഇനി കാപ്പി കുടിക്കട്ടെ. അപ്പൊ ഇഡ്ഡലിയും ഉള്ളിച്ചട്നി കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ടിലിരുന്ന ഷോക്കേസിലിരുന്ന കുറച്ച് വീഡിയോസ് ആണ് ഈ ഫോട്ടോസ് ആണ് ഈ കാണുന്നത്. ഇതെന്താ ഇത് ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ. അപ്പൊ മീനിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോയൊക്കെ കണ്ടപ്പോഴേ ഞങ്ങളുടെ പണ്ടത്തെ ഫോട്ടോസ് ആണ് കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട്, ചേച്ചിയുടെ ഫാമിലി ഫോട്ടോ. കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച് സമയത്ത് അമ്മ വന്നു. പിന്നെ ഞങ്ങള് വാള മീൻകറിയും പിന്നെ തോരനും ഒക്കെ കൂട്ടിയിട്ട് തീയലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വേറെ ഇതൊന്നുമില്ല. അപ്പൊ അമ്മ രാവിലെ ചോറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത്. അമ്മ ഉച്ചയൊക്കെ ആയപ്പോ വന്നു കേട്ടോ. ഇനിയിപ്പോ വോട്ടിടാൻ പോണം. അപ്പൊ പോയില്ല. എന്റെ വീട്ടിൽ നിന്ന് ആരും നമ്മളെ പോയില്ല കേട്ടോ. അപ്പൊ ഇനിയാണ് പോകുന്നത്. ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ എല്ലാരും കൂടി ഇനി ഇരുന്ന് ചോറ് കഴിക്കട്ടെ. അപ്പൊ പിള്ളേർക്കൊക്കെ കൊടുത്തു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ചോറൊക്കെ എടുത്തു. നമ്മൾ കഴിക്കാൻ റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ ചേട്ടനും പിള്ളേരൊക്കെ വീട്ടിലാക്കിയിട്ട് ഞാനും അമ്മയും പപ്പയും കൂടെ പഞ്ചായത്ത് വക ഒരു വണ്ടി വിട്ടുകൊടുത്തായിരുന്നു. ഇവര് വന്ന് കണ്ടപ്പോ ഞെട്ടിപ്പോയി. ഒരു വണ്ടി കണ്ടുന്നു. അതാ വരുന്നു MP സമ്പത്തിന്റെ എന്തിലുള്ള പേരിലുള്ള പഞ്ചായത്ത് അല്ല സോറി ആനാട് ഹോസ്പിറ്റലിലെ വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഈ വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ അവര് പോയിട്ടാണ് നമുക്കും വന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് വോട്ടെന്ന് പറയുന്നത് ക്രിസ്തു കിരൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് തേക്കുമൂടായിരുന്നു. ഞങ്ങൾ ഇവിടെ ചെല്ലുന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു, ഒരു മനുഷ്യനും ഇല്ലായിരുന്നു, തിക്കുമില്ല തിരക്കുമില്ല. ഒറ്റ ബൂത്തായിരുന്നു കേട്ടോ. അവിടെ ആകെ 2 പോലീസുകാരോ നിപ്പുണ്ട് കേട്ടോ. അല്ലാതെ ആരും ഇല്ലായിരുന്നു കേട്ടോ. എന്തോ സമാധാനമായിട്ടുള്ള വോട്ടെടുപ്പായിരുന്നു. നല്ല രസം എന്ന് വെച്ചാൽ എന്താ കയറി അപ്പോഴും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ല, നിങ്ങളവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല കേട്ടോ. അതെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വോട്ടൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ചെത്തിയല്ലേ?
തിരിച്ച് നമ്മളിതാ നമ്മുടെ വന്ന് തിരിച്ച് മഞ്ചത്ത് എത്തി. അപ്പൊ പപ്പയും അമ്മയും കൂടെ പതുക്കെ താഴെ വീട്ടിലോട്ട് പോവുകയാണ്. എന്താ നമ്മളെ ഉണ്ടാക്കിയ ബാക്കിൽ നിന്നും മീൻ ഇത് ആരൊക്കെയാണ് വാവച്ചി മന്ദം നടന്ന് താഴോട്ട് വന്നു. അത് നമ്മളെ കൊണ്ടാക്കിയിട്ട് വണ്ടി അവർക്ക് അടുത്ത ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് അവർ പോയി. നല്ല ഇതായിരുന്നു കേട്ടോ. ഒത്തിരി നല്ല കൂടെ ഉള്ളവരൊക്കെ നല്ല അംഗൻവാടിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരായിരുന്നു. നല്ല സ്നേഹവും നല്ല സഹകരണവും ഉള്ളവരായിരുന്നു. ഇവിടെ ഉള്ളവരാണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല സഹകരണം ഉള്ളവരായിരുന്നു. അടുത്തന്നെ ഒരു കിടപ്പ് രോഗിക്കൊണ്ടോ എന്തോ പോരാണ്ടെന്ന് പറഞ്ഞ് അവര് പോയിട്ടോ. അപ്പൊ ഞങ്ങളുടെ വോട്ടിംഗ് വിശേഷങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങളും വോട്ടൊക്കെ ഇട്ടു തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.